സുദർശൻ പൂവും വാങ്ങി തിരികെ വരുമ്പോൾ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഭ്രാന്തനെ കാണുകയാണ്. ഭ്രാന്തനെ കണ്ട് സുദർശൻ ചിന്തിക്കുകയാണ്, തിന്നാൻ ഇയാൾക്ക് ഒന്നും കിട്ടിയ ലക്ഷണമില്ല. ഇപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ എന്റെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് ഇയാൾ ഉത്തരം നൽകും. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? പിന്നീട് കോളനിയിൽ ത്രിവിക്രമൻ ഒരുക്കങ്ങളൊക്കെ കണ്ട് പറയുകയാണ്, ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. അവിടെ നിന്ന് രണ്ട് സ്ത്രീകളോട് ചോദിക്കുകയാണ്, ചേച്ചിമാര് പൂജയ്ക്ക് പോകുന്നില്ലേ? പോകുന്നുണ്ട്, നീങ്ങി വന്നേ, ഓരോന്ന് ചോദിച്ചുകൊണ്ട് വന്നോളും എന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് സുദർശൻ പെങ്ങളോട് ചോദിക്കുകയാണ്, അതെ, നീ എവിടെ പോകുന്നു? അവിടെ പൂജ തുടങ്ങാൻ പോകുന്നത് ചേട്ടൻ കണ്ടില്ലേ? അത് നടത്തുന്നത് നീയല്ലല്ലോ, പിന്നെ എന്തിനായി പോക്ക്? ചേട്ടൻ ഒരുമാതിരി അല്പത്തരം പറയരുത്. ദൈവത്തെ പൂജിക്കുന്നതിന് ഞാനും നീയും എന്നൊന്നുമില്ല. ശ്രീലക്ഷ്മി എന്റെ മോളുടെ പ്രായമുള്ള ഒരു കുട്ടിയാണ്. എന്ത് വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിലും അവിടെ ഒരു പൂജ നടത്തിയാൽ ഞാനും പോകും. ചേട്ടൻ വരുന്നില്ലെങ്കിൽ വേണ്ട, അത്ര തന്നെ. പിന്നീട് പപ്പി സരോജാമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. പിന്നീട് പൂജാരിയും അവിടെ എത്തുകയാണ്. പൂജാരി വന്ന് ത്രിവിക്രമനോട് ചോദിക്കുകയാണ്, ഇവിടെ സുദർശൻ എന്ന് പറയുന്ന ആളുടെ വീട് ഏതാണ്? സുദർശനോ? ഏത് സുദർശൻ എന്ന് കളിയാക്കി ചോദിക്കുകയാണ് ത്രിവിക്രമൻ. എനിക്ക് വരുന്നവർക്കും പോകുന്നവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്ന പണി അല്ല. സുദർശന്റെ വീട് ഏതാണ് പോലും? അയാളാര്? ഇവിടത്തെ MLA യോ അതോ മന്ത്രിയോ? മനസ്സിലായില്ല. താനിതെന്ത് മനുഷ്യനാടോ എന്ന് ചോദിക്കുകയാണ് പൂജാരി. ഞാൻ മോശമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ, താൻ ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ. ഇനിയിപ്പോൾ ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം. ഓ ആയിക്കോട്ടെ, അതാ നല്ലത്. പിന്നെ അതെ, ഈ കോളനിയിലോട്ടുള്ള വരവും പോക്കുമൊന്നും സ്ഥിരമായിട്ട് വച്ച് നടത്തണ്ട. ഈ സ്ഥലം അത്ര ശരിയല്ല, പറഞ്ഞേക്കാം. അത് ഞങ്ങൾ നോക്കിയോളാന്നും പറഞ്ഞ് പൂജാരി പോവുകയാണ്. പിന്നീട് പൂജാരിയെ കണ്ട് പേടിക്കുകയാണ് സാന്ദ്ര. ഓ മൈ ഗോഡ്, ഇയാൾ ഇവിടെ എന്നെ കണ്ടാൽ ആകെ പ്രശ്നമാകുമല്ലോ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഈ രഘുസാറാണ് നിർബന്ധിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്നത്. പൂജാരിയെ കണ്ട് അകത്തേക്ക് പോവുകയാണ് സാന്ദ്ര. അതിനുശേഷം അകത്ത് നിന്ന് സാന്ദ്ര പറയുകയാണ്, എക്സ്ക്യൂസ് മീ ശ്രീലക്ഷ്മ, എനിക്കൊരു സൂം മീറ്റിംഗ് ഉണ്ട്. അകത്തേക്ക് കയറിക്കോട്ടെ. പിന്നെന്താ മാഡം, വരൂ. ഇവിടെ ഇരുന്നോളൂ മാഡം എന്ന് പറഞ്ഞ് റൂം കാട്ടിക്കൊടുക്കുകയാണ് ശ്രീലക്ഷ്മി. മാഡം, സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഓ സാരമില്ല, ഇത് തന്നെ ധാരാളം, താൻ പൊയ്ക്കോളൂ. പിന്നീട് സരോജാമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ് പൂജാരി. ആരാ മനസ്സിലായല്ലോ എന്ന് ചോദിക്കുമ്പോൾ പൂജാരി പറയുകയാണ്, സുദർശന്റെ വീട്. ആ ഇത് തന്നെ, ഞാൻ ഗായത്രി അമ്മ പറഞ്ഞിട്ട് വന്നതാണ്. ഓ മനസ്സിലായി, പൂജയ്ക്ക് വന്നതാ അല്ലേ? ആ വരൂ വരൂ, രവി സാറൊക്കെ അകത്തുണ്ട്. പിന്നീട് കൂടെ വന്ന ആളിനോട് പൂജാരി എല്ലാം ഒന്ന് റെഡി ആണോ എന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് അകത്തെത്തി എല്ലാവരോടും നമസ്കാരം പറയുകയാണ് പൂജാരി. രവി പറയുകയാണ്, സരോജാമ്മ, ഇത് അമ്മ പറഞ്ഞിട്ട് വന്ന പൂജാരിയാണ്. ഇവിടത്തെ പൂജാ കാര്യങ്ങൾക്കൊക്കെ ഇദ്ദേഹം സഹായിക്കും. ശരി, ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ പൂജാരി പറയുകയാണ്, ഇവരുടെ വിവാഹകാര്യം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇവിടെ ഉണ്ടാകും. എന്ത് കാര്യമുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. ഇതൊക്കെ അകത്തു നിന്നും കേട്ട് പരിഭ്രമിക്കുകയാണ് സാന്ദ്ര. സാന്ദ്ര വിചാരിക്കുകയാണ്, വിവാഹം കഴിയും വരെ കൂടെ ഉണ്ടാകും പോലും എന്തെങ്കിലും ചെയ്ത് ഇയാളെ ഒഴിവാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പത്തിലാകും. പിന്നീട് ഭ്രാന്തനുള്ള ഭക്ഷണവും വാങ്ങി വരികയാണ് സുദർശൻ. പിന്നീട് ഉറങ്ങുന്ന ഭ്രാന്തനെ തട്ടി വിളിക്കുകയാണ് സുദർശൻ. അന്നേരം ഞെട്ടി ഉണരുന്നു ഭ്രാന്തൻ. സുദർശൻ പറയുകയാണ്, ഏയ്, നിന്നോട് ഞാൻ വഴക്കിടാൻ വന്നതല്ല. അതിനുശേഷം ഭക്ഷണപ്പൊതി നീട്ടിയിട്ട് സുദർശൻ പറയുകയാണ്, കഴിക്ക്, പേടിക്കാതെ കഴിക്ക്. നിനക്ക് നല്ല വിശപ്പ് കാണുമെന്ന് എനിക്കറിയാം. ദേ നോക്കിക്കേ, ഇത് നല്ല മസാല ദോശയാണ്, നല്ല ചൂടാണ്, കഴിച്ചോ. നല്ല രുചിയായിരിക്കും, നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിക്കൊണ്ട് വന്നതാണ്. കഴിക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൊതി തട്ടിപ്പറിക്കുകയാണ് ആ ഭ്രാന്തൻ. അതിനുശേഷം വളരെയധികം അത്യാർത്തിയോടെ ഭക്ഷണം കഴിക്കുകയാണ് ആ ഭ്രാന്തൻ. പറയുകയാണ്, പതിയെ പതിയെ കഴിക്കുക. എന്താ, നല്ല രുചിയുണ്ടോ മസാല ദോശയ്ക്ക്? ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനിയും വേണോ നിനക്ക്? വീണ്ടും ഒരു മസാല ദോശയുടെ പൊതി കൂടി നൽകുകയാണ് സുദർശൻ. നിനക്ക് എന്തുമാത്രം ആഹാരം വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരും. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് ഉത്തരം പറയണം. നിനക്ക് രവിചന്ദ്രവർമ്മനെ എങ്ങനെയാണ് പരിചയം? നേരം ഭക്ഷണം കഴിപ്പ് നിർത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് ആ ഭ്രാന്തൻ. സുദർശൻ പറയുന്നു, ഏയ് പേടിക്കേണ്ട, എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ആദ്യം നീ വയറു നിറച്ച് ആഹാരം കഴിക്ക്. അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. അറിയാം, എനിക്കറിയാം, അത് പറഞ്ഞു കഴിഞ്ഞ കഥയാണ്. അവസാനിച്ചൊരു ജീവിതം. എന്ത് കഥ? എന്ത് കഥ അവസാനിച്ചു? ആരുടെ ജീവിതത്തെ കുറിച്ചാണ് നീ പറയുന്നത്? ചതിയായിരുന്നു, ചതി. എല്ലാം തീർന്നു, ജീവിതം അവസാനിച്ചു. അവസാനിച്ചു. ചോദിക്കുകയാണ്, എന്ത് അവസാനിച്ചു? ആരവസാനിച്ചു? എന്ത് കഥ അവസാനിച്ചു? എല്ലാം തീർന്നു എന്നൊക്കെ ഉറക്കെ നിലവിളിച്ച് പറയുകയാണ് ആ ഭ്രാന്തൻ. കൊന്നു, കൊന്നു, ഞങ്ങളുടെ മേഡത്തിനെ കൊന്നു. കൊന്നതാ, കൊന്നതാ എന്നൊക്കെ അലറി വിളിക്കുകയാണ് ആ ഭ്രാന്തൻ. കൊന്നു, കൊന്നു എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ സുദർശൻ ചോദിക്കുന്നു, കൊന്നെന്നോ? ആരെ കൊന്നെന്ന്? എന്താ നീ പറയുന്നത്? മനസ്സിലായില്ല. മാലാഖമോലുള്ള എന്റെ മേഡത്തിനെ കൊന്നതാണ്. മേഡത്തിനെ കൊന്നു. എന്നെയും കൊല്ലും, എന്നെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ആ ഭ്രാന്തൻ. എന്നെയും കൊല്ലും, എന്നെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഓടുകയാണ് ആ ഭ്രാന്തൻ. ഇടാൻ നിൽക്കാൻ എന്നൊക്കെ സുദർശൻ പറയുന്നുണ്ട്. പക്ഷെ അയാൾ അത് കേൾക്കുന്നില്ല. പിന്നീട് കൃഷ്ണ സാന്ദ്രയെ വന്ന് വിളിക്കുകയാണ്. പൂജ തുടങ്ങാറേ മാഡം, മാഡത്തിനെ വിളിക്കാൻ വന്നതാണ് ഞാൻ. അപ്പോൾ സാന്ദ്ര പറയുകയാണ്, കൃഷ്ണ, എനിക്ക് ഫീവറിന്റെയും കോൾഡിന്റെയും ചെറിയൊരു ലക്ഷണം.
പൊടിയടിച്ചാൽ ശരിയാവില്ല, അതാണ് ഞാൻ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്. കൃഷ്ണ എനിക്കൊരു സഹായം ചെയ്യുമോ പ്ലീസ്? സഹായമോ? എന്ത് സഹായം? എന്താ മാഡം? നല്ല ഒരു മാസ്ക് അറേഞ്ച് ചെയ്തു തരാൻ പറ്റുമോ? ഡയറക്റ്റ് ആയിട്ട് മൂക്കിൽ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അയ്യോ അതിനെന്താ മാഡം, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം, ഒരു 5 മിനിറ്റ്. സാന്ദ്ര വിചാരിക്കുകയാണ്, ഈശ്വര, ആ പൂജാരി എന്നെ അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയേ പറ്റൂ. പിന്നീട് ദീപു കൃഷ്ണയ്ക്ക് മാസ്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതാ മാഡം മാസ്ക് എന്ന് പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്, താങ്ക് യു കൃഷ്ണ, ഇത്ര പെട്ടെന്ന് കിട്ടിയല്ലേ. ദീപു പറയാണ്, അതൊക്കെ ഈ ദീപുവിന്റെ മിടുക്കാണ് മാഡം. എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ ദേ ഞാൻ അപ്പോൾ നടത്തിയിരിക്കും. ഞാനൊരു സൂപ്പർമാനാണ്. സാന്ദ്ര പറയുകയാണ്, അതെ അതെ, എനിക്കത് ദീപുവിനെ കണ്ടപ്പോഴേ തോന്നി. ദീപു ഭയങ്കര സ്മാർട്ടാണ്. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച് എന്ന് അതേ സന്തോഷത്തോടു കൂടി പറയുകയാണ് ദീപു. കൃഷ്ണയോട് പറയാണ്, ദേ കേട്ടോ, ഈ പറയുന്നത് ഞാനൊരു സംഭവമാണ്. കൃഷ്ണ പറയുകയാണ്, സംഭവം നടക്കും, മാഡം വന്നോളും. ശരി മാഡം. അവിടെ പൂജ തുടങ്ങിയെന്നും പറഞ്ഞ് ദീപും കൃഷ്ണയും പോവുകയാണ്. പിന്നീട് സുദർശൻ പൂവൊക്കെയായി എത്തുകയാണ് അവിടെ. സരോജമെന്ന് വിളിക്കുമ്പോൾ സരോജാമ്മ ചോദിക്കുകയാണ്, എന്താ ശ്രീടച്ച ഇത്രയും വൈകിയത്? പൂ വാങ്ങിച്ചിട്ട് പറയുകയാണ്, ഇന്നാ ദീപു, ഇതകത്തേക്ക് മാറ്റിവെക്കുക, പൂജാരി ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി. പിന്നീട് സുദർശന് ചന്ദനം തൊട്ടുകൊടുത്ത ശേഷം അങ്ങോട്ട് വിളിക്കുകയാണ് സരോജാമ്മ. പിന്നീട് മാസ്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് സാന്ദ്ര. സാന്ദ്രയെ കണ്ട് രഘു ചോദിക്കുകയാണ്, സാന്ദ്ര എന്തിനാ മാസ്ക് വെച്ചിരിക്കുന്നത്? ഹാപ്പൻ, ചെറിയൊരു ഫീവറും കോൾഡും തുടങ്ങി സാർ. പൊടിയടിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാണോ? ആണോ? സൂക്ഷിക്കണം സാന്ദ്ര, ഇപ്പോഴത്തെ സമയം അതാണ്. ബി കെയർഫുൾ. അതിനുശേഷം സാന്ദ്ര പറയാണ്, സാർ ഞാൻ പെട്ടെന്ന് പൊയ്ക്കോട്ടെ, തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ശരി ശരി, ചേട്ടായിയോട് ഞാൻ പറഞ്ഞോളാം, താൻ പൊയ്ക്കോ, ഡ്രൈവറോട് പറഞ്ഞാൽ മതി. അതിനുശേഷം അവിടെ നിന്ന് പോവുകയാണ് സാന്ദ്ര. ത്രിവിക്രമൻ ഇതൊക്കെ ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം സാന്ദ്രയുടെ പുറകെ പോവുകയാണ് അയാൾ. എന്നിട്ട് വിളിക്കുകയാണ്, ഹലോ നമസ്കാരം. എന്താ മാഡം വന്ന ഉടനെ തിരികെ പോകുന്നത്? കല്യാണം മുടക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചിട്ടാണോ ഈ തിരികെ പോക്ക്? ദേഷ്യപ്പെട്ട് സാന്ദ്ര പറയാണ്, പതുക്കെ സംസാരിക്കടോ, തനിക്ക് വിവരമില്ലേ? ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട്. സോറി മാഡം, ഞാനൊരു ആവേശം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. ഇല്ല മാഡം, എന്താണ് പുതിയ ഐഡിയ? പൂജാരിയുടെ വാച്ച് അടിച്ചു മാറ്റി രവിചന്ദ്രവർമ്മ സാറിന്റെ പോക്കലിലിട്ട് രവി സാറിനെ കള്ളനാക്കാനാണോ ഇപ്പോഴുള്ള പരിപാടി? തരം ചെറ്റ പരിപാടി എന്ന് പറയുമ്പോൾ ത്രിവിക്രമനെ ആഞ്ഞടിക്കുകയാണ് സാന്ദ്ര. സാന്ദ്ര പറയാണ്, മൈൻഡ് യുവർ വേർഡ്സ്, രവിചന്ദ്രവർമ്മ സാറിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിന് കോളനി മുഴുവൻ വിലക്ക് വാങ്ങാനുള്ള വാല്യൂ ഉണ്ട്. പിന്നെ എന്തിനാണോ സാറിന് പൂജാരിയുടെ വാച്ച്? ഇഡിയറ്റ്. സോറി മാഡം, പെട്ടെന്ന് മനസ്സിൽ വന്നതങ്ങ് പറഞ്ഞു പോയതാണ്. ഇനി ഇതുപോലത്തെ മണ്ടത്തരം പറഞ്ഞാൽ എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പൂരി അടിക്കും ഞാൻ. ഓടോ തന്റെ പാട്ടിന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് സാന്ദ്ര. വിക്രമൻ പറയുകയാണ്, എന്റെ അമ്മ എല്ലുപോലെ ഇരിക്കുന്നെങ്കിലും എന്ത് പവറാണ് അവളുടെ അടിക്ക്? പറഞ്ഞ കവിളിൽ തടവുകയാണ് ത്രിവിക്രമൻ. പിന്നീട് പൂജാ സ്ഥലത്തു നിന്നും വീട്ടിനകത്തേക്ക് പോവുകയാണ് സുദർശൻ. അകത്തുമായി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച ശേഷം സുദർശൻ ഭ്രാന്തൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. സുദർശന്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. അത് GD ആയിരുന്നു. ഹലോ എന്ന് വിളിക്കുമ്പോൾ GD പറയുകയാണ്, നമസ്കാരം സുദർശൻ ചേട്ടാ, പൂജയും ചടങ്ങുമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ എനിക്ക്. ചേട്ടന്റെ ഒരു അഭ്യുദയകാംക്ഷി എന്ന് കരുതിയാൽ മതി. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് തെളിച്ചു പറയൂ മിസ്റ്റർ. നിങ്ങൾക്ക് എന്താ വേണ്ടതിപ്പോൾ? ഇങ്ങനെ ടെൻഷൻ ആകാതെ ചേട്ടാ, ഒരച്ഛന്റെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓരോ അച്ഛന്റെയും സന്തോഷം എന്ന് പറയുന്നത് തന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. സുദർശൻ ചേട്ടന് മറിച്ചൊരു അഭിപ്രായം ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം? ആദ്യം അത് പറയുക. അയ്യോ, അതൊക്കെ പിന്നീട് സംസാരിക്കാം ചേട്ടാ. ഞാൻ ഇപ്പോൾ വിളിച്ചത് ആ രവിവർമ്മനുമായുള്ള ചേട്ടന്റെ മകളുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കാൻ കൂടിയാണ്. എന്ത് സഹായം? ആ വിവാഹം മുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ ചെറിയ ജോത്സ്യവും പരിപാടിയും ഒക്കെ കയ്യിലുണ്ടെന്ന് കരുതിക്കോളൂ. എനിക്കങ്ങനെ ചേട്ടന്റെ കുറെ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ചോളൂ. ഓ, എന്ത് കാര്യങ്ങൾ? കുറെ കാര്യങ്ങൾ. രവിവർമ്മൻ മുൻപ് വിവാഹം കഴിച്ചതാണെന്നും ആ പെൺകുട്ടിയുടെ പേര് രാജനന്ദിനിയാണെന്നും ആ പെൺകുട്ടി മരണപ്പെട്ടു പോയതാണെന്നും ചേട്ടൻ അറിയാമല്ലോ. പക്ഷേ ശരിക്കും അറിയേണ്ട കാര്യങ്ങൾ ചേട്ടൻ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ആ രാജനന്ദിനി മരിച്ചതല്ല, കൊന്നതാണ് ഈ രവിചന്ദ്രവർമ്മൻ തന്നെ. അത് കേട്ട് പെട്ടെന്ന് കൊന്നതോ എന്ന് ഉറക്കെ ചോദിക്കുകയാണ് സുദർശൻ. നിങ്ങൾ എന്തായി പറയുന്നത്? പച്ച പരമാർത്ഥം. ചേട്ടൻ ഞെട്ടി എന്നെനിക്കറിയാം, പക്ഷേ അതാണ് സത്യം. ഞാനിത് വിശ്വസിക്കില്ല. അദ്ദേഹം മനുഷ്യനെ കൊല്ലാനുള്ള ക്രൂരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് കാര്യം, വിശ്വാസം. ആ വാക്കുപയോഗിച്ചാണ് അവൻ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടനെയും പിന്നീട് ആ പാവം ആ രാജനന്ദിനിയും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ആ വിശ്വാസം മറയാക്കി ആ ദുഷ്ടൻ രാജനന്ദിനിയെ കൊന്നുകളഞ്ഞു. പക്ഷെ രാജനന്ദിനിക്ക് സംഭവിച്ചത് നിങ്ങളുടെ മകൾക്ക് സംഭവിക്കാൻ പാടില്ല.